പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ശവസംസ്കാര ശുശ്രൂഷയിൽ നാം എല്ലാം പങ്കെടുക്കാറുണ്ട്. ഇതാ പാതുവ ദേവാലയത്തിൽ ഒരു പലിശക്കാരൻ്റെ ശവസംസ്കാര കർമ്മം. ധാരാളം ജനം. വിശുദ്ധ അന്തോനീസ് പ്രസംഗിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അരുത്, ഈ ശരീരത്തിൽ ഹൃദയമില്ല, അത് അയാളുടെ പണപ്പെട്ടിയിലാണ്. ബന്ധുക്കൾ വേഗം ചെന്ന് വീട്ടിലെ പണപ്പെട്ടി തുറന്നു നോക്കി. അതാ ചോരയൊലിക്കുന്ന ഒരു ഹൃദയം. ഡോക്ടർ ആ ശരീരം കീറിമുറിച്ചു. അതിൽ ഹൃദയം ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. സ്നേഹമുള്ളവരെ, ധനം നല്ലതാണ് ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നെങ്കിൽ. എന്നാൽ ധൂർത്തിനും അനാവശ്യമായ ചിലവുകൾക്കും അത് ഉപയോഗിച്ചാൽ അത് പലപ്പോഴും തിന്മയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അമിത ലഹരി ഉപയോഗത്തിലേക്കും അതുപോലെ തന്നെ തുടർന്നുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും ധനമാണ് പലരെയും എത്തിക്കുന്നത്. നമുക്ക് ശ്രദ്ധയുള്ളവരാകണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ മാതാവേ, ലാളിത്യവും എളിമയും ജീവിതത്തിൽ പകർത്തുവാൻ, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എല്ലാവരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ലാളിത്യത്തിൻ്റെ മനോഹരമായ മാതൃക ആ ഹൃദയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.